നമ്മുടെയൊക്കെ ജീവിതത്തെ ശരിക്കും നിയന്ത്രിക്കുന്ന ആ ഒരു ബ്ലൂ പ്രിന്റ് എന്താണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അത് നമ്മുടെ മൈൻഡ് സെറ്റാണ്, അതായത് നമ്മുടെ ചിന്താരീതി. അപ്പോൾ ഇന്ന് നമ്മൾ ആ ബ്ലൂ പ്രിന്റ് എങ്ങനെ നമുക്ക് അനുകൂലമായി മാറ്റിവരയ്ക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ തലയ്ക്കകത്ത് എപ്പോഴും ആരോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തോന്നാറുണ്ടോ? പേടിക്കണ്ട, അതെല്ലാവർക്കും ഉള്ളതാണ്. ഈയൊരു ഇന്റേണൽ കമന്ററി അല്ലെങ്കിൽ ആ ഒരു ഉൾവിളി നമ്മുടെ ബ്രെയിൻ ഓരോ സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു രീതിയാണ്. വളരെ സ്വാഭാവികമായ ഒന്ന്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ ഇന്റേണൽ കമന്റേറ്റർ ചിലപ്പോൾ കാര്യങ്ങൾ കുറച്ചൊന്ന് എക്സാജറേറ്റ് ചെയ്യും, അല്ലേ? ഒരു ചെറിയ തെറ്റിനെ ഒരു വലിയ ദുരന്തം പോലെ കാണിച്ചു തരും. ഇത് പലപ്പോഴും നമ്മളെ ആവശ്യമില്ലാത്ത ടെൻഷനിലേക്കും സങ്കടത്തിലേക്കും ചിലപ്പോൾ ദേഷ്യത്തിലേക്കുമൊക്കെ കൊണ്ടുചെന്നെത്തിക്കും. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? നമുക്ക് ആ കമന്റേറ്ററെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കാം. നമ്മുടെ മനസ്സിന്റെ കൺട്രോള് നമുക്ക് തന്നെ ഏറ്റെടുക്കാം. അതിനുവേണ്ടിയുള്ള ആ ഒരു ബ്ലൂ പ്രിന്റാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഏതൊരു ബിൽഡിംഗ് പണിയുമ്പോഴും നമുക്കൊരു പ്ലാൻ വേണം, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന്റെ കാര്യം. അതിന്റെ അടിസ്ഥാന പ്ലാൻ അല്ലെങ്കിൽ അതിന്റെ ബ്ലൂ പ്രിന്റാണ് നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ മൈൻഡ് സെറ്റ്? വളരെ സിമ്പിളായി പറഞ്ഞാൽ അത് നമ്മളെ കാലങ്ങളായി ശേഖരിച്ചു വെച്ച അറിവുകളുടെയും വിശ്വാസങ്ങളുടെയും ഒരു കളക്ഷനാണ്. നമ്മൾ ലോകത്തെ കാണാൻ ഉപയോഗിക്കുന്ന ഒരു കണ്ണട പോലെ. ആ കണ്ണടയുടെ നിറം എന്താണോ അതായിരിക്കും നമ്മുടെ ലോകത്തിന്റെ നിറവും. പ്രധാനമായും 2 തരം കണ്ണടകളുണ്ട്. ഒന്ന് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ്. എന്റെ കഴിവൊക്കെ ഇത്രയേ ഉള്ളൂ, ഇതിനി മാറാനൊന്നും പോകുന്നില്ല എന്ന് വിശ്വസിക്കുന്നവർ. രണ്ടാമത്തേതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഞാൻ പരിശ്രമിച്ചാൽ എനിക്ക് ഏത് കഴിവും വളർത്തിയെടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്നവർ. ഈ രണ്ടാമത്തെ കൂട്ടരാണ് എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഏത് വെല്ലുവിളിയെയും ചിരിച്ചുകൊണ്ട് നേരിടാനും തയ്യാറാവുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ബിൽഡിംഗ് പണിയാൻ തുടങ്ങിയാലോ? ഏതൊരു നല്ല കെട്ടിടത്തിനും വേണ്ടതെന്താ? നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ്. നമ്മുടെ മനസ്സിന്റെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ്. അതിനുവേണ്ട പ്രധാനപ്പെട്ട 2 മെറ്റീരിയൽസ് ഇതാ. ഒന്ന്, ഏറ്റവും നല്ല അറിവുകൾ മാത്രം തിരഞ്ഞെടുക്കുക. ആവശ്യമില്ലാത്ത നെഗറ്റീവ് ഇൻഫർമേഷൻ തലയിൽ കയറ്റി നമ്മുടെ മനസ്സിനെ ഒരു വേസ്റ്റ് ബിന്നാക്കി മാറ്റരുത്. 2, വിജയിച്ച ആളുകളെ മാതൃകയാക്കുക. അവരുടെ ജീവിതം അതുപോലെ കോപ്പിയടിക്കുകയല്ല വേണ്ടത്. പകരം അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത്, പ്രശ്നങ്ങളെ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നൊക്കെ പഠിക്കുക. ശരി, അപ്പോൾ ഫൗണ്ടേഷനുള്ള മെറ്റീരിയൽസ് കിട്ടി. ഇനി നമുക്ക് നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങൾ, അതായത് കോർ ബിലീഫ്സ് പണിതുയർത്താം. ഇതാണ് നമ്മുടെ മനസ്സ് എന്ന കെട്ടിടത്തിന്റെ പ്രധാന തൂണുകൾ. ഇവിടെ ആദ്യത്തെ പണിയെന്ന് പറയുന്നത് കുറച്ച് പൊളിച്ചു മാറ്റലാണ്. അതായത് എന്നെക്കൊണ്ടിതിനൊന്നും പറ്റില്ല, ഞാൻ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെയുള്ള നമ്മുടെ പഴയ തുരുമ്പിച്ച വിശ്വാസങ്ങളിലെ അതൊക്കെ കണ്ടെത്തി പൊളിച്ചെടുക്കണം. എന്നിട്ട് ആ സ്ഥാനത്ത് പുതിയതും ശക്തവുമായ വിശ്വാസങ്ങൾ സ്ഥാപിക്കണം. ഈ പുതിയ വിശ്വാസങ്ങൾ നമ്മൾ എവിടെ പോയി കണ്ടെത്തും? വേറെ എങ്ങും പോവണ്ട, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ടതിൻ്റെ ഉത്തരം. നിങ്ങളുടെ മനസാക്ഷിയോട്, നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷനോട് ചോദിക്കുക. അത് നിങ്ങൾക്ക് ശരിയായ വഴി കാണിച്ചു തരും. ആ ഉള്ളിലെ ശബ്ദം കണ്ടെത്താൻ സ്വയം ഈ 4 ചോദ്യങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. എനിക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? ഞാൻ ശരിക്കും എന്താണ് ഇഷ്ടപ്പെടുന്നത്? എന്റെ കഴിവ് വെച്ച് മറ്റുള്ളവരുടെ ഏതാവശ്യം എനിക്ക് നിറവേറ്റാനാകും? പിന്നെ ഏറ്റവും പ്രധാനമായി, എന്താണ് എന്റെ ജീവിതത്തിന് ഒരർത്ഥം നൽകുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഒന്നിച്ചു വരുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ബ്ലൂ പ്രിന്റ് തെളിഞ്ഞുവരുന്നത്. അപ്പോൾ നമ്മൾ അടിത്തറയിട്ടു, തൂണുകളൊക്കെ പണിതു. ഇനി എന്തു വേണം? പ്രൊട്ടക്ഷൻ, അല്ലേ? കാറ്റിലും മഴയിലുമൊന്നും ഈ കെട്ടിടം തകർന്നു പോകാതെ നോക്കണം. അതായത് നമ്മുടെ ഈ പുതിയ മൈൻഡ് സെറ്റിനെ നമ്മൾ സംരക്ഷിക്കണം. അതിനുള്ള ചില വഴികളാണ് ഈ കാണുന്നത്. ഒന്നാമതായി, മറ്റുള്ളവരുമായി നമ്മളെ തന്നെ താരതമ്യം ചെയ്യുന്നത് നിർത്തുക. പിന്നെ എല്ലാം പെർഫെക്റ്റ് ആകണം എന്ന വാശി ഉപേക്ഷിക്കുക. നാട്ടുകാരെന്ത് വിചാരിക്കുമെന്നോർത്ത് ടെൻഷനടിക്കുന്നത് നിർത്തുക. അതുപോലെ നമ്മുടെ സ്വപ്നങ്ങളെ കളിയാക്കുന്നവരിൽ നിന്ന് ഒരു സേഫ് ഡിസ്റ്റൻസ് എപ്പോഴും നല്ലതാണ്. ഈ താരതമ്യം എന്ന് പറയുന്നതൊരു വലിയ കെണിയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ആ ചിരിക്കുന്ന മുഖങ്ങൾക്ക് പിന്നിലെ കഥ എന്താണെന്ന് നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ ട്രാക്കിലേക്ക് നോക്കാതെ നമ്മുടെ ഓട്ടത്തിൽ മാത്രം ശ്രദ്ധിക്കുക. പെർഫെക്ഷനിസത്തിന്റെ കാര്യവും ഇതുപോലെ തന്നെയാണ്. എല്ലാം പെർഫെക്റ്റായിട്ടേ ഞാൻ തുടങ്ങുമെന്ന് വിചാരിച്ചിരുന്നാൽ ഒരുപക്ഷെ നമ്മൾ ഒരിക്കലും ഒന്നും തുടങ്ങില്ല. അതിലും നല്ലത് ചെറിയ രീതിയിൽ തുടങ്ങുക, എന്നിട്ട് പതിയെ പതിയെ മെച്ചപ്പെടുത്തുന്നതാണ്. അതാണ് ശരിയായ വഴി. നമ്മൾ എത്രയൊക്കെ സ്ട്രോങ് ആയി പണിതാലും ചിലപ്പോൾ നമ്മുടെ കെട്ടിടത്തിന് ചെറിയ വിള്ളലുകളൊക്കെ വരാം. ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുന്നതുപോലെ തന്നെ. അപ്പോൾ എന്തു ചെയ്യും? അതാണ് നമ്മുടെ അടുത്ത വിഷയം. പരാജയത്തെ എങ്ങനെയാണ് നമ്മൾ പുനർനിർവചിക്കേണ്ടത്? നിങ്ങളുടെ ഉള്ളിലിരുന്ന് ഒരാൾ പറയുകയാണ്, ഇതൊരു വൻ പരാജയമാണ്, നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ. അങ്ങനെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ സാധാരണ എന്താണ് ചെയ്യാറ്? അത് കേട്ട് വിഷമിച്ചിരിക്കുകയാണോ പതിവ്? ഇനി മുതൽ ആ ശബ്ദം കേൾക്കുമ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കുക. എവിടെ തെളിവ്?
ഞാനൊരു പരാജയമാണെന്ന് മനസ്സ് പറയുമ്പോൾ നിങ്ങൾ മുൻപ് വിജയിച്ച കാര്യങ്ങൾ ഓർത്തെടുത്ത് ആ ചിന്തയെ വെല്ലുവിളിക്കുക. നമ്മൾ ഫാക്സ് വെച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ ഈ നെഗറ്റീവ് ചിന്തകൾക്ക് അധികനേരം പിടിച്ചു നിൽക്കാനാവില്ല. ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളെ സംബന്ധിച്ചിടത്തോളം പരാജയം എന്ന വാക്കിന് വേറൊരർത്ഥാണ്. അത് നമ്മളെ തോൽപ്പിക്കാൻ വരുന്നൊരു വില്ലനല്ല, മറിച്ച് നമ്മളെ പഠിപ്പിക്കാൻ വരുന്നൊരു ടീച്ചറാണ്. അടുത്ത തവണ എങ്ങനെ കുറച്ചുകൂടി നന്നായി ചെയ്യാം എന്നൊരു പാഠം. അപ്പോ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ എല്ലാം ചുരുക്കം ഇതാണ്: നിങ്ങളുടെ മനസ്സിൻ്റെ ആർക്കിടെക്റ്റ് നിങ്ങൾ തന്നെയാണ്. ഏത് ബ്ലൂ പ്രിന്റ് വേണം, എങ്ങനെയുള്ള ഫൗണ്ടേഷൻ വേണം, ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചത് പണിയണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഓരോ ദിവസവും നിങ്ങൾ തന്നെയാണ്. ഈയൊരു നിർമ്മാണം തുടങ്ങാൻ വലിയ പ്ലാനിൻ്റെയോ തയ്യാറെടുപ്പിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഒരു ചെറിയ ഇഷ്ടിക വെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ പുതിയ മനസ്സ് പടുത്തുയർത്താൻ വേണ്ടി ഇന്ന് നിങ്ങൾ വെക്കാൻ പോകുന്ന ആ ആദ്യത്തെ ഇഷ്ടിക ഏതാണ്?